നടൻ നിവിൻ പോളിക്കെതിരെ സാമ്പത്തിക തട്ടിപ്പിൽ കേസെടുത്ത് പോലീസ് 1,90,00,000 രൂപ തട്ടിച്ചെന്ന് പരാതി. സംവിധായകൻ എബ്രിഡ് ഷൈനെതിരെയും കേസെടുത്തത് തലയോലപ്പറമ്പ് സ്വദേശി നൽകിയ പരാതിയിൽ. വിവരങ്ങളുമായി വിനയ രാജ് ചെയ്യുന്നുണ്ട്. വിനയ, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. അതിര നിവിൻ പോളിയുടെ ഒരു ചിത്രമായിട്ടുള്ള മഹാവീർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ സിനിമയുടെ സഹനിർമ്മാതാവായിട്ടുള്ള ഷംനാസ് ആണ് ഇപ്പോൾ പോലീസിൽ കംപ്ലൈന്റ് നൽകിയിരിക്കുന്നത്. നിവിൻ പോളിക്കും കൂടാതെ തന്നെ നിവിൻ പോളിക്കും സംവിധായകൻ എബ്രിഡ് ഷൈനെതിരെയുമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഒന്നാം പ്രതിയായിട്ടാണ് നിവിൻ പോളിയും, രണ്ടാം പ്രതി എബ്രിഡ് ഷൈനെതിരെയുമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. സിനിമ നിവിൻ പോളിക്കെതിരെ സാമ്പത്തിക തട്ടിപ്പ് കേസാണ് ഇപ്പോൾ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സിനിമാ നിർമ്മാണത്തിന് വേണ്ടി 1,90,00,000 രൂപ തട്ടിപ്പ് നടത്തി നിവിൻ പോളിയും ഈ എബ്രിഡ് ഷൈനും തട്ടിപ്പ് നടത്തിയെന്നാണ് ഷംനാസ് നൽകിയ പരാതിയിൽ പ്രധാനമായും വ്യക്തമാക്കുന്നത്. അതായത് ഈ മഹാവീർ സിനിമയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മഹാവീർ സിനിമ പരാജയപ്പെട്ടാൽ ഈ പരാജയപ്പെട്ടതിനെ തുടർന്ന് വരുന്ന സാമ്പത്തിക നഷ്ടം താൻ ഏറ്റെടുക്കുമെന്ന് നിവിൻ പോളി മാറ്റിയിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ അടുത്ത് വരാനിരിക്കുന്ന സിനിമയിൽ നിർമ്മാതാവാക്കാമെന്ന ഒരു വാഗ്ദാനവും നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ രണ്ടും പാലിച്ചില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഷംനാസ് പരാതി നൽകിയിരിക്കുന്നത്. നിവിൻ പോളിയുടെ അടുത്ത് വരാനിരിക്കുന്ന ചിത്രമാണ് ആക്ഷൻ ഹീറോ ബിജു 2. ഈ സിനിമയിൽ സഹനിർമ്മാതാവാക്കാമെന്നായിരുന്നു വാഗ്ദാനം നൽകിയിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ ഷംനാസിന്റെ കമ്പനിയുമായി കരാറടക്കം തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സഹനിർമ്മാതാവാക്കാമെന്നായിരുന്നു ഒരു കരാർ നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ഈ കരാർ എഴുതിയതിനു ശേഷം ഇരുവരും തമ്മിൽ, ഷംനാസും നിവിൻ പോളിയും തമ്മിൽ ഒരു വാക്ക് തർക്കമുണ്ടാകുന്നു, അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നു. അത് പിന്നീട് നിവിൻ പോളിയും ഈ കരാർ നൽകിയത്, അതായത് ഷംനാസിന്റെ കമ്പനിക്ക് കരാർ നൽകിയത് മറച്ചു വെച്ചുകൊണ്ട് തന്നെ മറ്റൊരു കമ്പനിക്ക് ഈ നിർമ്മാണമടക്കം, കമ്പനിക്ക് വിതരണാവകാശമടക്കം നൽകിയെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഷംനാസ് പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഈ ആക്ഷൻ ഹീറോ ബിജു 2 ചിത്രത്തിന് വേണ്ടി തന്നെ 1,90,00,000 രൂപയടക്കം തന്നെ മേടിച്ചു പറ്റിച്ചുവെന്നാണ് ഷംനാസ് പോലീസിൽ നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വൈക്കം കോടതിയിലായിരുന്നു ഷംനാസ് പരാതിയുമായി പോയതെങ്കിൽ പിന്നീട് കോടതിയാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിനെ തുടർന്നാണ് ഷംനാസ് പിന്നീട് പോലീസ് സ്റ്റേഷനിൽ പോയി നിവിൻ പോളിക്കെതിരെ എബ്രിഡ് ഷൈനും, സംവിധായകനായിട്ടുള്ള എബ്രിഡ് ഷൈനുമെതിരെ കേസ് നൽകിയിരിക്കുന്നത്. നിവിൻ പോളിയാണ് ഒന്നാം പ്രതി. രണ്ടാം പ്രതിയായിട്ടാണ് എബ്രിഡ് ഷൈനെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. നടൻ നിവിൻ പോളിക്കെതിരെ സാമ്പത്തിക തട്ടിപ്പിൽ കേസെടുത്ത പോലീസ് 1,90,00,000 രൂപ തട്ടിച്ചെന്നാണ് പരാതി. സംവിധായകൻ എബ്രിഡ് ഷൈനെതിരെയും കേസെടുത്തത് തലയോലപ്പറമ്പ് സ്വദേശി നൽകിയ പരാതിയിലാണ്. വിനയ, തുടരുക. മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്.